രാജ്യാന്തര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 2031 തിരിച്ചിറക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സ്പേസ് സ്റ്റേഷൻ എവിടെയായിരിക്കും ഇറക്കുക? ഇത് ഇറക്കിയാൽ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. ഇതിറക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സമുദ്രത്തിലായിരിക്കും ഇതിറക്കുക എന്ന ചിന്ത എന്തായാലും വന്നിട്ടുണ്ടാവും. ഇത് സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും ഇറക്കുക? പ്രവർത്തനയോഗ്യമല്ലാതാകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം പസഫിക് സമുദ്രത്തിലെ ഒരു പ്രത്യേക മേഖലയിലാണ് ഇറക്കുക. പോയിന്റ് നെമോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ വിദൂരമായ ഒരു സ്ഥലമാണിത്. ശാന്തസമുദ്രത്തിൽ തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖല. ഇതുവഴി പോകുന്ന കപ്പലുകളും വളരെ കുറവാണ്. ഡോസി ഐലൻഡ്, മോട്ടുനോയി, മഹേർ ഐലൻഡ് എന്നീ 3 ദ്വീപുകളുടെ നടുക്കായി ഓരോന്നിൽ നിന്നും ഏകദേശം 1600 കിലോമീറ്റർ ദൂരം അകലെയാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കര കണ്ടെത്തുക വളരെ പ്രയാസമാണെന്ന് അർത്ഥം. ഇതൊരു കരപ്രദേശമല്ലാത്തതിനാൽ മുൻപ് ഇതിനെപ്പറ്റി വലിയ അറിവുകളോ ചിന്തകളോ ഒന്നുമില്ലായിരുന്നു. 1992 ഒരു ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ഹ്രോജെ ലൂക്കോട്ടയാണ് ഈ സ്ഥലം കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ പിൻബലത്തിൽ കണ്ടെത്തിയത്. ഒരു രസകരമായ സംഗതി കൂടി ഇത് സംബന്ധിച്ചിട്ടുണ്ട്. പോയിന്റ് നെമോയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ കുറഞ്ഞത് 1600 കിലോമീറ്റർ അകലെയാകും നിൽക്കുന്നത്. എന്നാൽ ഇതിനു മുകളിലൂടെ ഇടയ്ക്കിടെ പോകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികർ 416 കിലോമീറ്റർ അകലെ മാത്രമാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കിയാൽ പോയിന്റ് നെമോയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ബഹിരാകാശ യാത്രികരാണെന്ന് പറയാം. തീരങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ബഹിരാകാശ ഏജൻസികൾക്ക് പോയിന്റ് നെമോ പ്രിയപ്പെട്ടതാകുന്നത്. പ്രത്യേകിച്ച് റഷ്യയുടെ റോസ്കോമോസ്, യൂറോപ്യൻ യൂണിയന്റെ ESA, ജപ്പാന്റെ ജാക്സ എന്നീ ഏജൻസികൾ അവരുടെ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളുമൊക്കെ ധൈര്യമായി ഇവിടെ ഉപേക്ഷിക്കാം. ഇവ ഒഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും തീരത്ത് ചെന്ന് കയറാനുള്ള സാധ്യത വിദൂരമാണ്. ഇവിടെ 100 കണക്കിന് ബഹിരാകാശ വാഹനങ്ങൾ ഇത്തരത്തിൽ കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പഴയ റഷ്യൻ സ്പേസ് സെൻ്ററായ മിറും ഈ കൂട്ടത്തിലുണ്ട്. പോയിന്റ് നെമോ കണ്ടെത്തിയിട്ട് 30 വർഷമായതേ ഉള്ളൂവെങ്കിലും ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് 1960കളിലെ എഴുത്തുകാർ നോവലുകൾ എഴുതിയതായി പറയപ്പെടുന്നു. 1997 പോയിന്റ് നെമോയ്ക്ക് സമീപത്ത് നിന്ന് വലിയ ഒരു ശബ്ദം ഉയർന്നു കേട്ടു. നീലത്തിമിംഗലം പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദത്തേക്കാൾ തീവ്രമായ ശബ്ദം. ഇതോടെ ഇവിടെ ഏതോ വലിയ കടൽ ജീവി താമസിക്കുന്നുണ്ടോ എന്ന പ്രചാരം ഉയർന്നു. എന്നാൽ ശബ്ദം ഏതോ മഞ്ഞുമല പൊട്ടിയതുപോലും ഉണ്ടായതാണെന്ന് പിന്നീട് തെളിഞ്ഞു. അതിശക്തമായ തരംഗശക്തിയുള്ള ജലവും പോഷണരാസമൂലകങ്ങളുടെ കുറവുമുള്ള പോയിന്റ് നെമോയിൽ ജീവികൾ തീരെയില്ല എന്നതാണ് സത്യം. ചിലയിനം ബാക്ടീരിയകളും യെറ്റി എന്ന പേരുള്ള ഞണ്ടുമാണ് ഇവിടെ വാസം. പോയിന്റ് നെമോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?